വോൾവോന്റെ 1/20 സ്കെയിലിൽ വരുന്ന ഒരു ഡം ട്രക്കാണ് ഇത്. ഈ ഒരു മോഡല് റിമോട്ടാണ് ഈ ഒരു ട്രക്കിന് വരുന്നത്. 7.4 വോൾട്ട് ബാറ്ററിയിലാണ് ഈ ഒരു ഡം ട്രക്ക് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു മോഡല് ഡം ട്രക്കൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ പല സ്കെയിൽ സൈസിലും നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഒരു ട്രക്കിന് വന്നിരിക്കുന്ന കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലെ 4 വീലും മോട്ടറോട്ട് നല്ല പിടുത്തമുണ്ട്. പക്ഷേ ഫ്രണ്ടിലെ വീലിന് മോട്ടറോട്ട് യാതൊരു പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ് നമ്മുടെ ഗാരേജിൽ സർവീസിന് ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് അഴിച്ചു നോക്കണം. ഇതിന്റെ ടീത്ത് വല്ലതും പൊട്ടിപ്പോയിട്ടുണ്ടോ. ഈ ഒരു ട്രം ട്രക്കിന്റെ ഉൾ സൈഡാണ് ഈ കാണുന്നത്. ഈ ഒരു ഗിയർ ബോക്സ് ആണ് ഇതിന്റെ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് ഈ ഒരു ട്രക്കിന്റെ ഫ്രണ്ട് ഗിയർ ബോക്സ് വരുന്നത്. ഈ ഒരു ഗിയർ ബോക്സിന്റെ ഉൾ സൈഡാണ് കാണുന്നത്. അത് കുറച്ച് മെറ്റൽ പല്ലുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ മെറ്റൽ പല്ലുകളാണ് വന്നിട്ടുണ്ട്. ഇത് മെറ്റലാണ്. ഈ ഒരു ടീത്ത് മെറ്റലാണ്. ഈ ഒരു ടീത്ത് മെറ്റലാണ്. പക്ഷെ ഈ ഒരു ടീത്ത് മാത്രം പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ചെത്തിപ്പ് വെക്കുന്നത്. അതാണ് ആ വീലിൽ ലോഡ് എടുക്കാത്തത്. ഈ ഒരു മോഡൽ ടീത്ത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ മൊത്തം തപ്പിട്ടോ. പക്ഷെ ഈ ഒരു സൈസിലുള്ള ടീത്ത് നമ്മുടെ അടുത്ത് ഇല്ല. ഇതുകൊണ്ട് ഇത്രയും മെറ്റൽ ടീത്ത് ഗിയർ ബോക്സിൽ കൊടുത്തിട്ട് ഈ ഒരു ടീത്ത് മാത്രം കമ്പനിക്കാർ പ്ലാസ്റ്റിക് ആക്കി കളഞ്ഞു. ഇതും കൂടി മെറ്റലായിരുന്നെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് കംപ്ലൈന്റും വരില്ല. ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റിയത്. ഇതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് വന്നേക്കണേ കേട്ടോ. നമ്മളിപ്പോൾ തൽക്കാലം ആ ഒരു പ്ലാസ്റ്റിക് ടീത്ത് ആ ഫ്രണ്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ഫ്രണ്ട് വീല് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടീത്ത് നമ്മൾ ഊരി മാറ്റിയേക്കുന്നത്. നമുക്കിപ്പോൾ എന്നാലും ജസ്റ്റ് വണ്ടി നമുക്ക് ഉപയോഗിച്ചായി. സംഭവം വേറെ കുഴപ്പമൊന്നുമില്ല.